നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിലും ഞങ്ങളുടെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇത് കണ്ട നമുക്കിന്ന് സ്വദേശി പിക്കിൾ വേൾഡിൽ നമുക്ക് കുറച്ചധികം റംബൂട്ടാൻ കിട്ടി. അപ്പൊ നമുക്ക് ഈ റംബൂട്ടാൻ എന്ന് പറയുന്നത് നമുക്ക് വെറുതെ ഒരു പഴമായിട്ട് തിന്നാൻ മാത്രമല്ല, വളരെ രുചികരമായിട്ട് നമുക്ക് നല്ല സ്വീറ്റ് പിക്കിളിടാം. നമുക്ക് റംബൂട്ടാൻ കൊണ്ട് നല്ല അടിപൊളി അച്ചാറ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളെ ഇടുക്കി ജില്ലയിൽ ചെറുതോണി വഞ്ചിക്കവല റോഡിലുള്ള സ്വദേശി പിക്കിൾ വേൾഡില് 100-ലധികം വെറൈറ്റി അച്ചാറുകളും തനി നാടൻ ഭക്ഷണ സാധനങ്ങളുമായിട്ട് വിൽക്കുന്നത്. അപ്പോൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസുകളാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു അച്ചാർ യൂണിറ്റ് ഒക്കെ എങ്ങനെ സുഗമമായിട്ടും ലാഭകരമായിട്ടും മുമ്പോട്ട് പോകാം, അതുപോലെ ഇഡ്ഡലി യൂണിറ്റ് ഉണ്ടാക്കുക, ഇഡ്ഡലി എങ്ങനെ 500 ഇഡ്ഡലി ഉണ്ടാക്കിയാൽ ഒരേ പോലെ സോഫ്റ്റായി കിട്ടുന്ന ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ ഇടിയപ്പ യൂണിറ്റ്, അതുപോലെ പാലപ്പ യൂണിറ്റ്, അതുപോലെയുള്ള വീഡിയോസുകളെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് നമ്മൾ ഒരു കുടുംബിനികൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ബിസിനസ് വീഡിയോസുകളാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ വീഡിയോസും തന്നെ നിങ്ങൾ മുടങ്ങാതെ കാണുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് കുറച്ച് റംബൂട്ടാനാണ്. 15 കിലോ റംബൂട്ടാൻ നമ്മൾ വാങ്ങിച്ചു. അത് നമ്മൾ എങ്ങനെ സ്വാദിഷ്ടമായിട്ടും തനി നാടൻ രീതിയിലും എങ്ങനെ അച്ചാറിടാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവർക്കും ഒരു വിൽപ്പന സാധ്യതയുള്ളതാണ് ഈ റംബൂട്ടാൻ അച്ചാർ. എല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാം റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഇത് പൊട്ടിച്ച് അതിന്റെ നമുക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഇനി നമുക്ക് റംബൂട്ടാൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. റംബൂട്ടാൻ കഴുകി വെള്ളമൊക്കെ തോർത്തി കൊണ്ടുവന്നാണ്. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലെ കുരുവും കൂടി ഒന്ന് കഴുകിയെടുക്കാം. എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ. ഇങ്ങനെ എല്ലാം നമുക്ക് പട്ടം ഒന്ന് കണ്ടിച്ചാൽ മതി കേട്ടോ. അപ്പം തന്നെ നന്നായിട്ട് കിട്ടും. ഒരു അറിയാതെ പോലും പൊട്ടിപ്പോവില്ല കേട്ടോ. നല്ല അച്ചാറിടുമ്പോഴും നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നമ്മൾ റംബൂട്ടാൻ എല്ലാം കട്ട് ചെയ്ത് 15 കിലോ റംബൂട്ടാൻ നമ്മൾ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്ത് എടുത്തപ്പോൾ തന്നെ ഇത് കണ്ടോ, എടുത്തു വെച്ചിരിക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളമാട്ടോ. ഇത് ഒത്തിരി ഓവറായിട്ട് വെള്ളം ചേർത്തൊന്നും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒട്ടും വെള്ളം തൊടിയിക്കാതെ വേണം റംബൂട്ടാൻ ഉണ്ടാക്കാൻ. അപ്പൊ റംബൂട്ടാൻ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 15 കിലോ റംബൂട്ടാന് നമുക്ക് 1/2 കിലോ കാശ്മീരി ചില്ലി വേണം കേട്ടോ. ശരിക്കും നല്ല ലൈറ്റ് ബ്രൗൺ ആയിട്ട് നന്നായിട്ട് പിടിച്ചിരിക്കണമെങ്കിൽ നമുക്ക് 1/2 കിലോ കാശ്മീരി ചില്ലി മതി. ഇത് അളവ് കുറച്ച് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അത്ര എടുക്കാൻ പറയുന്നത്. കുറച്ചധികം കറിവേപ്പില, 150 ഗ്രാം വെളുത്തുള്ളി പൊളിച്ചെടുത്തത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 150 ഗ്രാം പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തത്, ഒരു 50 ഗ്രാം കടുക്, 2 സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചെടുത്ത കേട്ടോ, ഒരു 2 സ്പൂണിന് മാത്രം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2-3 സ്പൂൺ വിനാഗിരി, ഒരു 1/2 കിലോയ്ക്ക് മാത്രം പഞ്ചസാര. ഞങ്ങളെല്ലാം വിറകടുപ്പിലാട്ടോ ചെയ്യണേ. അപ്പൊ നമ്മൾ ഉരുളി വെച്ചു, അടുപ്പ് ചൂടായി. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് 1/2 കിലോ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാതെ ഇത് നന്നായിട്ട് പൊട്ടി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം. മുളക്, ഇതെല്ലാം കൂടി ശരിക്കും ഇച്ചിരി നേരം വഴറ്റിയതിന് ശേഷം കറിവേപ്പില ഇട്ടാൽ മതി കേട്ടോ. വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 1/2 കിലോ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി ശരിക്കും ലൈറ്റ് ബ്രൗൺ ആകുന്നവര്, കളറാവുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ.
എന്നാലാണ് അച്ചാർ നല്ല രുചിയുള്ളതാവുള്ളൂ. നമുക്ക് മുളക് പൊടി ഇതുണ്ടോ ഇതേപോലെ ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് പഞ്ചസാര അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം നന്നായി ഇളക്കണം. ചെറു ചൂടിൽ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു പ്രത്യേകം നല്ല ഗ്ലാമറുള്ളൊരു നല്ല കളറ് വരും. അതാണ് റംബൂട്ടാൻ അച്ചാറിനൊക്കെ ഏറ്റവും നല്ലത്. ഇതുണ്ട് അതുപോലെ നല്ല ശരിക്കും നല്ല ബ്രൗൺ കളറായി. ഇനി നമുക്ക് റംബൂട്ടാൻ പൊട്ടിച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് ഇപ്പം തന്നെ പൊട്ടിച്ചപ്പോൾ തന്നെ ഇതുണ്ടോ നല്ലോണം വെള്ളമായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഒരു 5 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് നിറച്ച് അച്ചാറിന് പാകത്തിനുള്ള വെള്ളമാകും. അപ്പോൾ ഒരു കാരണവശാലും തിളപ്പിച്ചറിയത് അല്ലാത്ത തുള്ളി വെള്ളം പോലും ഉപയോഗിക്കണ്ട കേട്ടോ. ഇതുണ്ടോ ഇളക്കുമ്പോൾ തന്നെ ഇരിക്കുന്ന കണ്ടാൽ തന്നെ അറിയാം നല്ല ഇതുണ്ടോ നല്ല പവറുള്ള അച്ചാർ കേട്ടോ. നല്ല സൂപ്പറായിട്ട് നല്ല എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി അച്ചാറാണ്. ഇനി നമുക്ക് അതിനകത്തേക്ക് ബാക്കി ചേരുവകളൊക്കെ ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് അതിന് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നല്ല പുളിയുള്ള വിനാഗിരി ആട്ടോ. അതുകൊണ്ട് 2-3 സ്പൂൺ വിനാഗിരി മതി. ഇത് അതിനാവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് കണ്ടിട്ട് കൊടുക്കണം കേട്ടോ. കൃത്യം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിൽ വരും. ഇനി നമുക്ക് നല്ല ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യമുള്ള മഞ്ഞൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് ഒരു 25 ഗ്രാം കായംതിരി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ 15 കിലോ റംബൂട്ടാൻ പൊട്ടിച്ചെടുത്തതാണ്. പക്ഷേ എടുത്തപ്പോൾ വളരെ അളവ് കുറച്ച് കിട്ടിയുള്ളൂ. ഇതെന്താ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ സ്റ്റൈൽ ഉണ്ടാക്കി എടുത്ത ഇതുണ്ടാവും. ഇതിനെ കണ്ടാൽ തന്നെ ഒരെണ്ണം കഴിക്കാൻ തോന്നും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റംബൂട്ടാൻ അച്ചാർ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഈ അച്ചാർ ആരാണ് വിപണിയിലൊക്കെ നല്ല മാർക്കറ്റാണ്. അച്ചാർ കമ്പനിക്കാരൊന്നും ഉണ്ടാക്കുന്ന അച്ചാറല്ല. അതുകൊണ്ട് എല്ലാവരും തന്നെ വില കൊടുത്ത് വാങ്ങിക്കും. ഒരു ദിവസം വാങ്ങിച്ചാൽ വീണ്ടും വീണ്ടും അവർ വാങ്ങിച്ചോളും. അത്രയേറെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഇന്ന് ശങ്കരിക്കുട്ടിക്ക് സ്കൂളില്ലായിരുന്നേ. ശങ്കരിക്കുട്ടി എല്ലാം വീഡിയോ എടുക്കുമ്പോൾ ഓടി വരുന്ന. ഇന്ന് ഇത്രയും നേരം തന്നെ വീഡിയോ എടുത്തപ്പോ ഒന്നും വന്നില്ല. ഇപ്പൊ എന്നെ ഒന്ന് കൂട്ടാവുമെന്നും ചോദിച്ച് ഓടി വന്നു. അപ്പൊ ഞങ്ങൾ വീഡിയോ എടുത്തു കഴിഞ്ഞു. അതാണ് ഈ കോലത്തിലൊക്കെ ഇരിക്കണേ. അപ്പൊ ശങ്കരിക്കുട്ടി എല്ലാവരും ഹായ് പറഞ്ഞേ. ഹായ്. അപ്പൊ ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. ബൈ ബൈ എന്ന് പറയേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.